വിനീത് ശ്രീനിവാസൻ നായകനായ ഒരു ജാതി ജാതകം എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമാ കഥ ഉണ്ടായതിന് പിന്നിലെ യഥാർത്ഥ കുടുംബകഥയാണ് ഞാനിന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ഈ ഒരു സിനിമയുടെ റിവ്യൂമല്ല, ഈ സിനിമയുടെ കഥയെ സ്പോയിലർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോയുമല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 100ലേറെ തവണ പെണ്ണു കാണാൻ പോയ അമ്മാവനെ 2 മരുമക്കൾ ട്രോളുന്നത് കണ്ട് തിയേറ്ററിൽ പ്രേക്ഷകർ നിറഞ്ഞു ചിരിക്കുകയാണ്. ഏറെക്കാലത്തിനു ശേഷം എല്ലാം മറന്നുള്ള ചിരിയാണ് എം മോഹനൻ സംവിധാനം ചെയ്ത ഒരു ജാതി ജാതകം എന്ന ചിത്രം സമ്മാനിക്കുന്നത്. ജാതകപ്പൊരുത്തം ശരിയാകാത്തതിനാൽ കല്യാണം വൈകുന്ന ജയേഷ് എന്ന 38 വയസ്സുകാരന്റെ ജീവിതം നർമ്മമുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുമ്പോൾ നായകൻ വിനീത് ശ്രീനിവാസനും തിരക്കഥാകൃത്ത് രാകേഷ് മണ്ടോടിയും ശരിക്കും ട്രോളുന്നത് അമ്മാവൻ മോഹനെയാണ്. മോഹനായി 5 സഹോദരിമാർ 122 തവണയാണ് പെണ്ണ് കണ്ടത്. സിനിമയിലെ നായകനെ പോലെ നിബന്ധനകളൊന്നുമില്ലായിരുന്നുവെങ്കിലും ജാതകമായിരുന്നു മോഹനെയും ചുറ്റിച്ചത്. ലീല, രാധ, വിമല, പ്രേമി, പ്രസീത എന്നീ 5 സഹോദരിമാരുടെ ഇളയ ആങ്ങളെയാണ് മോഹനൻ. മോഹനൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് നടൻ ശ്രീനിവാസൻ സഹോദരി വിമലയെ കല്യാണം കഴിക്കുന്നത്. പിന്നീട് മോഹനൻ അവരുടെ കൂടെയായി. ശ്രീനിവാസൻ അധിക സമയവും സിനിമാ സെറ്റിലായിരിക്കും. വീട്ടിലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത് മോഹനായിരുന്നു. വിനീതിനും ധ്യാനും രാധയുടെ മക്കളായ രാകേഷിനും രമ്യയ്ക്കും അടുത്ത കൂട്ടുകാരനുമായി. സിനിമയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ മോഹനെ സത്യനന്ദിക്കാടിന്റെ സംവിധാന സഹായിയാക്കി. ശ്രീനിവാസന്റെ തിരക്കഥയിൽ ഹരികുമാർ സംവിധാനം ചെയ്ത സ്വയംവര പന്തൽ വരെ സംവിധാന സഹായിയായി പ്രവർത്തിച്ചു. ഈ സമയത്താണ് സഹോദരിമാർ കുഞ്ഞനുജന് വിവാഹാലോചന നടത്തുന്നത്. പെണ്ണ് കാണാൻ പോകുന്നതൊക്കെ അവരായിരുന്നു. അവർക്കിഷ്ടപ്പെട്ടാൽ മോഹനൻ പോകും. എവിടെ പോയാലും ജാതകം വേണം. പെങ്ങളുടെ മകൾ രമ്യയുടെ വിവാഹാലോചന നടക്കുന്ന സമയത്താണ് മോഹനൻ സ്വന്തമായി ജാതകം തട്ടിക്കൂട്ടുന്നത്. ജനിച്ച സമയമൊന്നും അറിയില്ലായിരുന്നു. നാൾ പറഞ്ഞുകൊടുത്ത് ജാതകമുണ്ടാക്കി. 60ാമത്തെ പെണ്ണുകാണലായിരുന്നു മഹാരാഷ്ട്ര നാസിക്കിലെ മലയാളിയായ ഷീനയെ. അവർക്കും വേണ്ടിയിരുന്നത് ജാതകമായിരുന്നു. എങ്കിൽ ആ കല്യാണം വേണ്ടെന്നായി മോഹനൻ. പക്ഷേ സുഹൃത്ത് ശശി മോഹനൻ അറിയാതെ ജാതകക്കുറിപ്പ് അയച്ചു കൊടുത്തു. പിന്നെയും പെണ്ണന്വേഷണം തുടർന്നു. അങ്ങനെയാണ് 122-ലെത്തിയത്. അമ്മാവന് പെണ്ണ് കാണാൻ പോകുന്നതിൻ്റെ കണക്കൊക്കെ സൂക്ഷിച്ചിരുന്നത് രമ്യയായിരുന്നു. പെണ്ണുകാണലുമായി കാലങ്ങൾ നീണ്ടു. ഇതിനിടെയാണ് പൊരുത്തം ഉത്തമമെന്ന് പറഞ്ഞ് നാസിക്കിൽ നിന്നും ഫോൺ വരുന്നത്. കഥ പറയുമ്പോൾ എന്ന സിനിമയ്ക്ക് മുൻപേ ഷീനയുമായി മോഹന്റെ കല്യാണം നടന്നു. ഇനി കഥ നടക്കുന്നത് ചെന്നൈയിലാണ്. പഠനം കഴിഞ്ഞ് സിനിമാ മോഹവുമായി രാകേഷ് മണ്ടോടി ചെന്നൈയിൽ കഴിയുകയാണ്. തലശ്ശേരിക്കാരായ സുഹൃത്തുക്കൾ ചെന്നൈയിലുണ്ട്. അതിൽ ചിലർ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ചെന്നൈ മെയിലിൽ നാട്ടിലേക്ക് പോകും. ശനി ഞായർ ദിവസങ്ങളിൽ പെണ്ണ് കണ്ട് മടങ്ങിയെത്തും. അവരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് പെണ്ണ് കാണാൻ പോകുമ്പോഴുള്ള നിബന്ധനകൾ മനസ്സിലായത്. അമ്മാവന്റെ പെണ്ണുകാണലും പെങ്ങൾ രമ്യയെ പെണ്ണുകാണാൻ ഗൾഫുകാർ വരുന്നതും സുഹൃത്തുക്കളുടെ പെണ്ണുകാണലുമെല്ലാം കൂടിയപ്പോൾ അതിലൊരു സിനിമാ കഥയുണ്ടല്ലോ എന്ന ചിന്തയായി രാകേഷിന്. 10 കൊല്ലം മുമ്പ് രാകേഷ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും എവിടെയും എത്തിയില്ല. പിന്നീടാണ് ബേസിൽ ജോസഫിന് വേണ്ടി ഗോദയുടെ തിരക്കഥ എഴുതുന്നത്. ചെന്നൈയിൽ വിനീതിന്റെ ഫ്ളാറ്റിൽ പുതിയ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് പണ്ടെഴുതിയ തിരക്കഥയെക്കുറിച്ച് രാകേഷ് പറഞ്ഞത്. അതിലെ നർമ്മം കേട്ട് വിനീതും മോഹനും ഏറെ ചിരിച്ചു. ഫ്രണ്ട്സ് എന്ന സിനിമയിൽ ശ്രീനിവാസൻ ചിരിക്കുന്നത് പോലെ. ആദ്യം ആലോചിച്ച കഥ മാറ്റിവെച്ച് ഇതുതന്നെ സിനിമയാക്കാമെന്ന് മൂവരും തീരുമാനിച്ചു. പുതിയ കാലത്തിനനുസരിച്ച് തിരക്കഥ മാറ്റി എഴുതി. അപ്പോഴാണ് മോഹൻ ഒരു കാര്യം മനസ്സിലാകുന്നത്. മരുമക്കൾ 2 പേരും അമ്മാവന് തന്ന പണിയാണ് ഒരു ജാതി ജാതകമെന്ന്. നിങ്ങൾ ഒരു ജാതി ജാതകമെന്ന സിനിമ കണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.